കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അർപ്പിക്കുന്നു. ഈ സൂമിന്റെ മാധ്യമത്തിലൂടെ വചനം കേൾക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് രക്ഷയെക്കുറിച്ചുള്ള അടിസ്ഥാന ഉപദേശങ്ങളാണ്. ദൈവത്തിന്റെ സൃഷ്ടി മുതൽ നമ്മുടെ മഹത്വീകരണം വരെയുള്ള സകല വിഷയങ്ങളെയും ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ രക്ഷണ്യ വേല, അതേക്കുറിച്ചാണ് നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ് വീണ്ടെടുപ്പ് എന്ന സത്യമാണ് നാം കഴിഞ്ഞ ആഴ്ച പരിശോധിച്ചത്. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപത്തിന് മോചനമില്ല എന്നുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പ്രമാണത്തെ നിവർത്തിക്കുവാനായി കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയായി ഈ ഭൂമിയിൽ വന്ന് ലോകത്തിന്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. കർത്താവ് ക്രൂശിച്ചൊരിഞ്ഞ രക്തത്താലാണ് നമ്മുടെ പാപങ്ങളെ മോചിക്കുകയും കഴുകിക്കളയുകയും ചെയ്യുന്നത്. അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് കർത്താവിന്റെ അരിമശിഷ്യനായിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ഒന്നാമത്തെ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധേയമാണ്. ലേവ്യാപുസ്തകം 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നാം പരിശോധിക്കുകയുണ്ടായി. ജീവൻ, മാംസത്തിന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. രക്തത്തെ യാഗപീഠത്തിന്മേൽ വീണ്ടെടുപ്പിനായി നൽകിയിരിക്കുന്നു എന്നുള്ള പ്രസ്താവന കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറിയിൽ ചൊരിയപ്പെട്ടതായിരിക്കുന്ന രക്തമാണ് നമ്മുടെ വീണ്ടെടുപ്പിന് ആധാരമായിരിക്കുന്നത് എന്ന സത്യത്തിന്റെ ഒരു അടിസ്ഥാന പ്രമാണമാണ്. അതിന് മുൻപുള്ളതായിരിക്കുന്ന ആഴ്ചയിൽ വിശ്വാസത്താലാണ് രക്ഷ എന്ന് നാം കാണുകയുണ്ടായി. പ്രവൃത്തിയാലല്ല, കൂദാശകളല്ല. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുവാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഏക വ്യവസ്ഥ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ബലിയിൽ ഉള്ള ഒരാളുടെ വ്യക്തിപരമായ വിശ്വാസമാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലെ ജയിലറോട് പറഞ്ഞത്. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, വിശ്വസിക്കാത്തവൻ ജീവനെ കാണുകയില്ല എന്ന് കർത്താവും യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് രക്ഷ ദൈവവചനത്താലാണ് എന്ന വിലയേറിയ സത്യമാണ്. രക്ഷ രക്തത്താലാണ്, അത് ശരി. രക്ഷ വിശ്വാസത്താലാണ്, അതും ശരി. അതുകൊണ്ട് തന്നെ രക്ഷയെ സംബന്ധിച്ചുള്ള അതിപ്രധാനമായിരിക്കുന്ന മറ്റൊരു സത്യമാണ് രക്ഷ ദൈവവചനത്താലാണ്. ദൈവവചനത്തിന് നമ്മുടെ രക്ഷയിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചും സ്ഥാനത്തെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കുന്നത് വളരെ ആവശ്യമാണ്. വിശുദ്ധ ബൈബിൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. 39 പുസ്തകങ്ങളടങ്ങിയ പഴയ നിയമവും 27 പുസ്തകങ്ങളടങ്ങിയ പുതിയ നിയമവും ചേർന്നതാണ് നാം പറയുന്നതായിരിക്കുന്ന ദൈവവചനമാകുന്ന ബൈബിൾ. ഈ ബൈബിളിലാണ് ദൈവം യേശുക്രിസ്തുവിനെ കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചും നമ്മുടെ രക്ഷയെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുള്ളത്. വചനം മുഖാന്തരമല്ലാതെ ദൈവത്തിന്റെ സത്യങ്ങൾ അറിയുവാൻ നമുക്ക് അധിക മാർഗങ്ങളില്ല. പ്രകൃതിയെ നോക്കി ചില സത്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ദൈവം സർവശക്തനാണ് എന്നീ പ്രകൃതിയെ നോക്കിയാൽ നമുക്കറിയാം. ദൈവം നല്ലവനാണ് എന്ന് പ്രകൃതിയെ നോക്കിയാൽ അറിയാം. എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, രക്ഷവിശ്വാസത്താലാണ് എന്നിങ്ങനെയുള്ള സത്യങ്ങളൊന്നും നമുക്ക് ഈ പ്രകൃതിയെ നോക്കി പഠിക്കുവാനായിട്ട് കഴിയില്ല. അതിന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏക മാർഗം കർത്താവിൻ്റെ വചനമാണ്. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം
നാം അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായും വളരെ വിശദമായും ദൈവവചനത്തിൽ രേഖപ്പെടുത്തി നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും വിലയേറിയതുമായ ദൈവത്തിന്റെ ദാനമാണ് വിശുദ്ധ ബൈബിൾ എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. മാറ്റമില്ലാത്ത ദൈവനിശ്വാസ്യമായ ആധികാരികമായ പര്യാപ്തമായ ദൈവത്തിന്റെ വചനം, നാം അറിയുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ സത്യങ്ങളും നമ്മോട് വ്യക്തമായി പറയുന്ന വചനം, അതിലൂടെയാണ് നാം നമ്മുടെ രക്ഷയെ സംബന്ധിച്ചുള്ള സത്യങ്ങളെല്ലാം അറിയുന്നത്. ദൈവം മനുഷ്യന് 2 പുസ്തകങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്ന് പ്രകൃതിയാകുന്ന പുസ്തകം, അതിലൂടെ നമുക്ക് ദൈവത്തിന്റെ അസ്തിത്വത്തെ പറ്റിയും ദൈവത്തിന്റെ നന്മയെ പറ്റിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ദൈവം നൽകിയിട്ടുള്ള ബൈബിൾ എന്ന പുസ്തകത്തിലൂടെയാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും പാപത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ചില ആളുകളെങ്കിലും ബൈബിൾ മാത്രമല്ല, പാരമ്പര്യങ്ങളും രക്ഷയ്ക്കുള്ള മാർഗങ്ങളാണ്, രക്ഷയെക്കുറിച്ച് അറിയാനുള്ള വഴിയാണ്, ദൈവം നൽകിയിട്ടുള്ള ബൈബിൾ പോലെ തന്നെ പ്രാധാന്യവും ആധികാരികവുമാണ് എന്നൊക്കെ പഠിപ്പിക്കുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നമുക്കറിയാം, കർത്താവ് ജീവിച്ചതായിരിക്കുന്ന കാലഘട്ടത്ത് യഹൂദന്മാരുടെ ഇടയിലെ പാരമ്പര്യങ്ങൾക്കെതിരെ കർത്താവ് വളരെ ശക്തമായിട്ട് സംസാരിച്ചിരുന്നു. പരീശന്മാരുമായും ശാസ്ത്രിമാരുമായും പലപ്പോഴും കർത്താവിനെ ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. പാരമ്പര്യവാദികളായിരുന്ന യഹൂദ നേതൃത്വത്തിന് കർത്താവ് ആധികാരികമായി ദൈവജനത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ച പല സത്യങ്ങളും സ്വീകാര്യമായിരുന്നില്ല. പിതാക്കന്മാരുടെ പാരമ്പര്യത്തെ ലംഘിക്കുന്നു എന്നുള്ള വളരെ ഗൗരവമേറിയ ഒരു ആരോപണമാണ് അവർ കർത്താവിനെതിരെ കൊണ്ടുവന്നത്. പിൽക്കാലത്തും ബൈബിളിനെ ഉയർത്തി കാണിക്കുന്ന സത്യ ക്രിസ്ത്യാനികൾക്കെതിരെ കൊണ്ടുവരുന്നതായിരിക്കുന്ന വലിയ ഒരു ആരോപണം അവർ സഭയുടെ പാരമ്പര്യങ്ങളെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. ബൈബിളിനെ മുൻപെഴുതിയിട്ടുള്ള യാതൊരു പുതിയ നിയമത്തിന് മുൻപെഴുതിയിട്ടുള്ള യാതൊരു ക്രിസ്തീയ പുസ്തകവുമില്ല. മറ്റെല്ലാ ഗ്രന്ഥങ്ങളും ബൈബിൾ എഴുതപ്പെട്ടതിന് ശേഷം എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് ഏറ്റവും പഴയ പാരമ്പര്യം എന്ന് പറയുന്ന ബൈബിളിൽ തന്നെയാണ്. ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തി തന്ന സത്യങ്ങൾ, അവയുമായി നിരക്കാത്തതായിരിക്കുന്ന യാതൊരു പാരമ്പര്യത്തിനും ആധികാരികതയില്ല. കാരണം എഴുതപ്പെട്ടതായിരിക്കുന്ന ദൈവജനത്തിൽ എഴുതി നിൽക്കുന്ന പാരമ്പര്യങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ദൈവം നേരിട്ട് പറഞ്ഞതായ കാര്യങ്ങൾക്ക് വിപരീതമായി മനുഷ്യൻ ചെയ്തു വരുന്നതാണല്ലോ പാരമ്പര്യം എന്ന് പറയുന്നത്. വർഷങ്ങളായി മനുഷ്യൻ ചെയ്തു വരുന്നത്. മനുഷ്യൻ ചെയ്തു വരുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നറിയുവാനുള്ള ഏക മാർഗം ദൈവം അവയെക്കുറിച്ച് ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് പാരമ്പര്യത്തെ ഒരിക്കലും ബൈബിളിന് സമാന്തരമായി നമുക്ക് കൽപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. വിശുദ്ധ ബൈബിൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷാ വിഷയത്തെക്കുറിച്ചും ദൈവം എന്താണ് പറഞ്ഞിട്ടുള്ളത്, രക്ഷിക്കപ്പെടുവാനുള്ള വഴി എന്താണ് എന്നൊക്കെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. എബ്രായലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത്, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. താൻ അരുളിയതും പഠിപ്പിച്ചതുമായിരിക്കുന്ന കാര്യങ്ങൾ കേട്ടതായിരിക്കുന്ന അപ്പോസ്തലന്മാർക്ക് അടയാളങ്ങളോടുകൂടെ അത് സ്ഥാപിച്ചു തന്നിട്ടുണ്ട്. പുതിയ നിയമം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാർ എഴുതിയ പുസ്തകമാണ്. കർത്താവ് എഴുതിയ യാതൊരു പുസ്തകവും പുതിയ നിയമത്തിലില്ല. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ 7 സഭകൾക്ക് എഴുതിയ ലേഖനങ്ങൾ മാത്രമാണ് കർത്താവിന്റെ സ്വന്തം വാക്കുകളായി എഡിറ്റ് ചെയ്യാതെ വിശുദ്ധ ബൈബിളിലുള്ളത്. മറ്റേതൊക്കെ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അപ്പോസ്തലന്മാർ എഴുതിയതാണ്.
അപ്പോൾ അപ്പോസ്തലന്മാർ നമുക്ക് എഴുതി തന്നതായിരിക്കുന്ന വചനത്തിൽ നിന്നാണ് നമുക്ക് സത്യങ്ങൾ അറിയുവാനായിട്ട് കഴിയുന്നത്. പണ്ട് ദൈവം ഭാഗം ഭാഗമായി പ്രവാചകന്മാർ മുഖാന്തരം ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനോട് സംസാരിച്ചു. മോശ മുഖാന്തരവും പിന്നാലെ വന്നതായിരിക്കുന്ന പ്രവാചകന്മാർ മുഖാന്തരവും ദൈവത്തിന്റെ അരുളപ്പാടുകൾ ദൈവം നൽകി. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം ദൈവം പ്രവാചകന്മാർ മുഖാന്തരമല്ല നമ്മോട് സംസാരിച്ചത്. മോശയും പ്രവാചകന്മാരും യേശുക്രിസ്തു വരെ എന്ന യോഹന്നാൻ സ്നാപകൻ വരെയാണ്. യോഹന്നാൻ സ്നാപകൻ കർത്താവിന്റെ സമകാലികനായിരുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം, യോഹന്നാൻ സ്നാപകൻ യാതൊരു പുസ്തകം എഴുതിയിട്ടില്ല. അതുകൊണ്ട് മലാഖി വരെയാണ് പ്രവാചകന്മാർ മുഖാന്തരം ദൈവം സംസാരിച്ചതായിരിക്കുന്ന വചനങ്ങൾ. അതിനുശേഷം കർത്താവ് നേരിട്ട് നമ്മോട് സംസാരിക്കുകയും കർത്താവിന്റെ അപ്പോസ്തലന്മാർ മുഖാന്തരം നമുക്ക് എഴുതി നൽകുകയും ചെയ്യപ്പെട്ടതായിരിക്കുന്ന പുതിയ നിയമമാണ് നമുക്ക് ഇന്ന് ആധികാരികമായിട്ടുള്ളത്. പഴയ നിയമം ആധികാരികമാണ്, അത് യഹൂദൻ എഴുതി നൽകിയതാണ്. നമ്മുടെ ബുദ്ധിപദേശത്തിന് വേണ്ടിയാണ് അത് നൽകപ്പെട്ടിരിക്കുന്നത്. അതും ദൈവവചനമാണ്, യാതൊരു വിധത്തിലും യാതൊരു കുറവുള്ള ദൈവവചനമല്ല. ദൈവം മനുഷ്യരിൽ കൂടെ മനുഷ്യനോട് സംസാരിച്ച വചനങ്ങളാണ് ബൈബിൾ എന്നുള്ളത് നാം മനസ്സിലാക്കണം. ദൈവം തിരഞ്ഞെടുത്തതായിരിക്കുന്ന വിശുദ്ധന്മാരിൽ കൂടെ ദൈവം മനുഷ്യനോട് സംസാരിച്ച വചനങ്ങളാണ് ഈ ബൈബിളിലുള്ളത്. പത്രോസ് തന്റെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ വചനത്തെ കെടാത്ത നിലനിൽക്കുന്ന ബീജം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബീജം എന്ന പ്രയോഗം നമുക്കറിയാം, ഏതെങ്കിലും ഒരു സസ്യത്തിന്റെ ബീജം അതിന്റെ അരിയാണ്. ഒരു ശിശു ജനിക്കണമെങ്കിൽ പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും സംയോജിക്കേണ്ടത് ആവശ്യമാണ്. ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന ബീജം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അത് മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം നൽകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ പ്രവർത്തനത്താൽ ആ വചനം നമുക്ക് പാപബോധവും നീതിയെക്കുറിച്ചുള്ള ബോധവും രക്ഷയെക്കുറിച്ചുള്ള ബോധവും നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞിട്ടുള്ളത് കെടുന്ന ബീജത്താൽ അല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നാണ്. ദൈവവചനത്തെ കെടാത്ത ജീവനുള്ള നിലനിൽക്കുന്ന ബീജം എന്നാണ് വിളിച്ചിട്ടുള്ളത്. അത് മുഖാന്തരമാണ് നാം വീണ്ടും ജനിക്കുന്നത്. ജനനം എന്ന വാക്കുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് അതിനെ ബീജം എന്ന് പറഞ്ഞത്. വീണ്ടും ജനനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുകയും ആ വചനം അവിടെ പരിശുദ്ധാത്മാവിനാൽ മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് അവന് പാപബോധവും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധ്യതയും നീതിബോധവും ഒക്കെ നൽകി അവനെ രക്ഷയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യന് വീണ്ടും ജനനം ഉണ്ടാകുവാനുള്ള ഏക മാർഗം ദൈവത്തിന്റെ വചനമാകുന്ന ഈ ബീജമാണ്. അതുകൊണ്ട് വചനം ഹൃദയത്തിൽ പ്രവർത്തിക്കാതെ ഒരു മനുഷ്യന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് കഴിയുകയില്ല. നമുക്കറിയാമല്ലോ, ഒരു ശിശു ജനിക്കണമെങ്കിൽ അവിടെ ബീജത്തിന്റെ പ്രവർത്തനം ഉണ്ടായിരിക്കണം. അതുപോലെയാണ് ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനമാകുന്ന ബീജം അവന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. യാക്കോബ് തന്റെ 1-ാം ലേഖനം 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അവൻ നമ്മെ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവൻ നമ്മെ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ദൈവത്തിന്റെ ഇഷ്ടമെന്ന് പറയുന്നത് നാം വീണ്ടും ജനിക്കണമെന്നുള്ളതാണ്. അതിന് ദൈവം ഉപയോഗിക്കുന്ന മുഖാന്തരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് വചനത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ
നമുക്ക് യഥാർത്ഥമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് കഴിയും. വചനം മാറ്റി വെച്ചിട്ട് മറ്റ് എന്ത് ഫിലോസഫി കേട്ടാലും മറ്റ് എന്തൊക്കെ നാം പഠിച്ചാലും നമുക്ക് വീണ്ടും ജനനം, രക്ഷ എന്ന് പറയുന്ന അനുഭവങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയുന്നതല്ല. ഒരു ശിശു ജനിക്കുന്നതിന് ബീജം ആവശ്യമായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ മക്കളായി നാം വീണ്ടും ജനിക്കുന്നതിന് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ വചനമാകുന്ന ബീജം പ്രവേശിക്കേണ്ടതാണ്. വിശ്വാസത്താലാണ് രക്ഷ എന്ന് നാം നേരത്തെ കണ്ടുവല്ലോ. എന്നാൽ ഒരാൾക്ക് ഈ വിശ്വാസം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ളത് അതിപ്രധാനമായിരിക്കുന്ന ചോദ്യമാണ്. വിശ്വാസത്താലാണ് രക്ഷ, പക്ഷേ വിശ്വാസം എങ്ങനെയാണ് ലഭിക്കുന്നത്? റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അതായത് ഒരു മനുഷ്യന്റെ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ വചനം അവൻ കേൾക്കണം. വചനത്തിന്റെ കേൾവി കൂടാതെ ആർക്കും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് റോമാലേഖനം 10-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? ദൈവത്തിന്റെ വചനം പ്രസംഗിച്ച് കേൾക്കണം. ആ കേൾക്കുന്നതായിരിക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കണം. ദൈവത്തിന്റെ ആത്മാവ് വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് പാപബോധവും നമുക്ക് നീതിബോധവും രക്ഷയുടെ പരിജ്ഞാനവും ഒക്കെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രക്ഷാകരമായ വിശ്വാസം ലഭിക്കുവാൻ ദൈവത്തിന്റെ വചനം കേൾക്കേണ്ടത്. ഇതറിയാവുന്നത് കൊണ്ടാണ് പ്രവൃത്തിയാലാണ് രക്ഷ, കൂർച്ചയാലാണ് രക്ഷ എന്നൊക്കെ പഠിപ്പിക്കുന്നതായിരിക്കുന്ന പല സമുദായങ്ങളും ദൈവത്തിന് വചനം വായിക്കരുത്, പഠിക്കരുത് എന്നൊക്കെ വളരെ ശക്തമായി വിലക്കിയിരുന്നു. അനേക നൂറ്റാണ്ടുകൾ ദൈവത്തിന്റെ വചനം മനുഷ്യരിൽ നിന്നും അങ്ങനെയുള്ള സമുദായങ്ങൾ എടുത്തു മാറ്റി. എന്നാൽ ആളുകൾ പല വിധത്തിലും ദൈവത്തിന്റെ വചനം കേൾക്കുന്നു എന്നവർ കണ്ടപ്പോൾ ഇനിയും ദൈവത്തിന്റെ വചനം വിലക്കുവാൻ സാധ്യമല്ല എന്നവർക്ക് മനസ്സിലായതുകൊണ്ട് അവര് ദൈവത്തിന് വചനം വായിച്ചു കൊള്ളുവാനുള്ളതായിരിക്കുന്ന അനുവാദം കൊടുത്തു. അങ്ങനെ ഒരു സ്വഭാവം മനുഷ്യനുണ്ടല്ലോ, എന്തെങ്കിലും കാര്യം ചെയ്തോളാൻ പറഞ്ഞാൽ ചെയ്യുകയില്ല, ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പൊ അവർക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരോടും വചനം വായിച്ചു എന്ന് പറഞ്ഞാൽ ആരും വായിക്കില്ല. വായിക്കരുത് പറഞ്ഞാൽ എന്തുകൊണ്ടായി വായിക്കരുത് പറയുന്നത് അതൊന്നും അറിയണമല്ലോ എന്നുള്ള ജിജ്ഞാസ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന്റെ വചനം വായിക്കുവാനായിട്ട് അനുവാദം കൊടുത്തതിന് ശേഷം 1000-10,000 ആളുകൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ട്. പല ധ്യാനങ്ങളിലും മറ്റ് പല സ്ഥലങ്ങളിലും ദൈവത്തിന്റെ വചനം പ്രസംഗിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അനേകരും കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ കേൾക്കുന്ന വചനം ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഒരാൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. ആ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ താനൊരു പാപിയാണ് എന്ന ബോധം തനിക്കുണ്ടാകണം. ഈ പാപബോധം നൽകുന്ന ദൈവത്തിന്റെ വചനമാണ്. പാപബോധം മാത്രമല്ല, നീതിബോധവും ദൈവത്തിന്റെ വചനത്താലാണ് വരുന്നത്. ദൈവം നീതിമാനാണ്, അവൻ പാപത്തെ വെറുക്കുന്നവനാണ്, പാപത്തെ ശിക്ഷിക്കുന്നവനാണ്, പാപത്തിന്റെ ശമ്പളം നിത്യമരണമാണ്. എന്നാൽ അതേസമയം തന്നെ ദൈവം സ്നേഹവാനാണ്. പാപിയായ മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു എന്ന യാഥാർത്ഥ്യം വിശുദ്ധ ബൈബിൾ മുഖാന്തരമാണ് നാം അറിയുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. ദൈവത്തിന് ലോകത്തോടുള്ള സ്നേഹത്തെക്കാൾ വലിയ സ്നേഹം മറ്റൊന്നിനോടുമില്ല. ദൈവത്തിൻ്റെ തൃത്വത്തിലെ രണ്ടാമനായിരിക്കുന്ന യേശുക്രിസ്തു മനുഷ്യത്വം സ്വീകരിച്ച് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമായിട്ടാണ്. അപ്പോൾ പാപിയെ സ്നേഹിക്കുന്ന ദൈവം പാപത്തിൽ നിന്നും നരകത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാനായി ഒരുക്കിയ വഴിയെക്കുറിച്ച് പറയുന്നത് വിശുദ്ധ ബൈബിൾ തന്നെയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ തന്നെ അല്ലെങ്കിൽ ഞാൻ മാത്രം
വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ കിടക്കുന്നവന് പിതാവിന്റെ അടുക്കിലേക്ക് പോകുവാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് വഴി എന്ന് നാം അറിയുന്നത് വിശുദ്ധ ബൈബിളിലൂടെയാണ്. എന്താണ് ആ വഴി? കാൽവറിലെ ക്രൂശിൽ കർത്താവ് നിവർത്തിച്ചതായിരിക്കുന്ന യാഗമാണ് അതിനുള്ളതായിരിക്കുന്ന വഴി. മനുഷ്യൻ അനുഭവിക്കേണ്ടതായിരിക്കുന്ന ശിക്ഷ കർത്താവായ യേശു ക്രിസ്തു പാപരഹിതനായ ദൈവകുഞ്ഞാട് ദൈവത്തിന്റെ പുത്രൻ നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. അപ്പോ ദൈവം ഒരുക്കിയതായിരിക്കുന്ന വഴി എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തു ആ വഴി തുറന്നത് തൻ്റെ ക്രൂശിലെ ബലിമരണം വഴിയാണ്. പാപത്തിന്റെ ശിക്ഷയായ മരണം യേശു ക്രിസ്തു സ്വയം ഏറ്റെടുത്ത് പാപിക്ക് പകരക്കാരനായിട്ട് ക്രൂശിൽ മരിച്ചു. ദൈവം കർത്താവ് അർപ്പിച്ചതായിരിക്കുന്ന പ്രതിപുരുഷ യാഗത്തെ അംഗീകരിച്ചു എന്നതിൻ്റെ ദൃശ്യ തെളിവായി 3-ാം ദിവസം കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കർത്താവിന്റെ മരണത്താൽ നമ്മുടെ പാപത്തിന് ക്ഷമ ലഭിക്കുന്നു. എന്നാൽ കർത്താവിന്റെ ഉയർപ്പിനാലാണ് നാം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത്. പാപത്തിയായ മനുഷ്യന്റെ പാപത്തിന് ശിക്ഷയായി കർത്താവായ യേശു ക്രിസ്തു മരിച്ചു. നാം ദൈവത്തിന് കൊടുത്തു വീട്ടേണ്ടതായിരിക്കുന്ന കടം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൊടുത്തു. അത് നമ്മുടെ പാപമോചനത്തിന് കാരണമായി തീരുന്നു. എന്നാൽ നമ്മുടെ നീതീകരണം എന്ന് പറയുന്നത് അതല്ല. നാം ദൈവസന്നിധിയിൽ കുറ്റക്കാരല്ല എന്ന പ്രഖ്യാപനമാണ് നീതീകരണത്തിന് ആധാരം. അതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു നാം കൊടുത്തു വീട്ടേണ്ടതായിരിക്കുന്ന കടം നമുക്ക് വേണ്ടി കൊടുത്തു വീട്ടി. അങ്ങനെ ദൈവത്തിന്റെ പക്കലുള്ള നമ്മുടെ കണക്ക് പുസ്തകത്തിൽ നമ്മുടെ പേരുള്ള പേജിൽ നിത്യമരണം എന്നെഴുതിയിരുന്നിടത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിത്യമരണം നമുക്ക് വേണ്ടി തന്നതാകിയാൽ നമ്മുടെ പേരിൽ അത് ചേർത്തു. കൊടുക്കാനുള്ള നിത്യമരണം യേശു ക്രിസ്തു നൽകിയത് നിത്യമരണം, ഇനിയും ശിഷ്ടം 0. അപ്പോ പാപത്തിൽ നിന്ന് നിത്യ നരകത്തിൽ നിന്നുള്ള പൂർണ്ണമായിരിക്കുന്ന വിമോചനം നമുക്ക് കിട്ടി. അതുകൊണ്ട് ദൈവത്തിന്റെ കോടതിയിൽ നിൽക്കുന്ന മനുഷ്യനോട് ദൈവം പറഞ്ഞു, നിനക്ക് ശിക്ഷയില്ല, നിന്റെ പേരിൽ യാതൊരു കടവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, ഉണ്ടായിരുന്ന കടമെല്ലാം വീട്ടിയിരിക്കുകയാണ്, നിനക്ക് നീതിമാനായിട്ട് പോകാം. അങ്ങനെ ദൈവം നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നീതീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ നീതീകരണത്തെ പറ്റിയുള്ള സത്യം നാം അറിയുന്നത് ദൈവത്തിന്റെ വചനത്താലാണ്. ദൈവവചനം നമുക്കില്ലായിരുന്നുവെങ്കിൽ ദൈവം നമ്മെ നീതീകരിക്കുന്നു എന്നതായിരിക്കുന്ന സത്യം നാം ഒരിക്കലും മനസ്സിലാക്കുമായിരുന്നില്ല. വാസ്തവത്തിൽ വചനം നമുക്ക് എഴുതി തന്നില്ലായിരുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് നാം എങ്ങനെ മനസ്സിലാക്കുമായിരുന്നു? കർത്താവിന്റെ കാൽവരിയിലെ ബലിമരണം നമുക്ക് പകരമുള്ള മരണമാണ് എന്ന് നാം എങ്ങനെ മനസ്സിലാക്കുമായിരുന്നു? കർത്താവായ യേശു ക്രിസ്തു പാപരഹിതനാണ്, പാപം കൂടാതെ കന്യകയിൽ ജനിച്ചവനാണ് എന്ന് നാം എങ്ങനെ മനസ്സിലാക്കുമായിരുന്നു? ഇതെല്ലാം എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിലാണല്ലോ. അപ്പോൾ ദൈവത്തിന്റെ വചനം കൂടാതെ ഒരു മനുഷ്യനെ രക്ഷ പ്രാപിക്കുവാൻ അസാധ്യമാണ്. അതുകൊണ്ടാണ് വചനത്താലാണ് നാം രക്ഷ പ്രാപിക്കുന്നത് എന്ന് പറയുന്നത്. നമ്മുടെ നീതീകരണത്തിനായിട്ട് ദൈവവചനത്തിന്റെ പ്രസക്തി വളരെയേറെയാണ്. എന്ത് പ്രസക്തിയാണെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ദൈവവചനത്തിന് എന്താ പ്രസക്തി? കർത്താവിന്റെ മരണത്തിനല്ലേ പ്രസക്തി? വളരെയധികം പ്രസക്തിയുണ്ട്. ഈ മനുഷ്യന്റെ വീഴ്ചയും പാപവും ദൈവവചനവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സൃഷ്ടിയെക്കുറിച്ച് നാം ആദ്യം ചിന്തിച്ചതായിരിക്കുന്ന ദിവസങ്ങളിൽ വിശദമായി നാം പറഞ്ഞു, മനുഷ്യൻ പാപം ചെയ്തത് ദൈവത്തിന്റെ വചനത്തിനെതിരെയാണ്. നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനം ആദം-ഹവ്വമാർ വിശ്വസിച്ചിടത്തോളം ദൈവം വിലക്കിയതായിരിക്കുന്ന കനി അവരെ പറിച്ചു തിന്നില്ല. എന്നാൽ സാത്താൻ തോട്ടത്തിലേക്ക് വരികയും ഹവ്വയുമായി നടന്ന സംഭാഷണത്തിൽ തിന്നരുത്, തിന്നാൽ മരിക്കുമെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്നിത്യാദി ചോദ്യങ്ങളുമായിട്ട് സാത്താൻ ഹവ്വയെ സമീപിക്കുകയും ക്രമേണ ദൈവം പറഞ്ഞത് തെറ്റാണെന്ന് അവൾക്ക് ബോധ്യമാക്കുകയും, പഴം പറിച്ചു തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ അത് ശരിയും തെറ്റിയും അറിയുന്നവരായി തീരും എന്ന് സാത്താൻ പറഞ്ഞപ്പോ സാത്താന്റെ വചനം ദൈവത്തിന്റെ വചനത്തിന് പകരമായി അവർ സ്വീകരിച്ചാണ് പാപികളായി തീർന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനത്തോട് അവർ കാട്ടിയതായിരിക്കുന്ന വിശ്വാസക്കുറവും അനുസരണക്കേടുമാണ്
മനുഷ്യനെ പാപത്തിലേക്ക് കൊണ്ടുവന്നത്. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം നിരസിച്ചതുകൊണ്ടാണ് പാപം വന്നതെങ്കിൽ ദൈവത്തിന്റെ വചനം സ്വീകരിക്കുന്നത് കൊണ്ടാണ് രക്ഷ വരുന്നത്. അത് സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമാണ്. നാം അത് വിശ്വസിക്കുന്നത് യുക്തിക്ക് നിരക്കുന്നത് കൊണ്ടല്ല, ദൈവവചനം പറയുന്നത് കൊണ്ടാണ്. ദൈവത്തിന്റെ വചനത്തെ നിരസിച്ചതായിരിക്കുന്ന മനുഷ്യനോട് ഇന്ന് ദൈവം കൽപ്പിക്കുന്നത് തന്റെ വചനത്തിൽ വിശ്വസിക്കാനാണ്. മരിക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോ അതവർ വിശ്വസിച്ചില്ല. എന്നാൽ ദൈവത്തെ പോലെ ആകുമെന്നുള്ള സാത്താന്റെ വാക്കാണ് വിശ്വസിച്ചത്. അതുകൊണ്ട് അവര് ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട ഭാവികളായി തീർന്നു. ഇന്ന് ഒരു മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ ഏത് വചനത്തെയാണോ അവർ നിരസിച്ചത് അതേ വ്യക്തിയുടെ വചനത്തെ അവർ സ്വീകരിക്കണം. അന്ന് തിന്നരുത്, തിന്നാൽ മരിക്കുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വചനത്തെ അവർ വിശ്വസിച്ചു. എന്നാൽ ഇന്നെന്താണ് കർത്താവ് പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷിക്കപ്പെടും എന്നാണ്. അപ്പൊ മനുഷ്യന്റെ വീഴ്ചയും പാപവും വചനവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് മനുഷ്യന്റെ വീണ്ടെടുപ്പും വചനവുമായി തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ അനുസരണക്കേട് കാട്ടിയത് ദൈവവചനത്തോടാണ്. അതുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ അനുസരണം കാട്ടേണ്ടതും ദൈവവചനത്തോടാണ്. മനുഷ്യന്റെ അനുസരണക്കേട് കൊണ്ടാണ്, ദൈവവചനത്തോടുള്ള മറുതലിപ്പ് കൊണ്ടാണ് പാപം ലോകത്തിൽ പ്രവേശിച്ചത്. സാത്താൻ അവയോട് ചോദിച്ചത് അത് തന്നെയാണ്. തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തെ സംബന്ധിച്ചുള്ള ഒരു സംശയം ഹവ്വയുടെ മനസ്സിൽ സൃഷ്ടിച്ചിട്ട് അതിൽ നിന്ന് മുതലെടുക്കാനാണ് സാത്താൻ ശ്രമിച്ചത്. അതിലവൻ അത് വിജയിക്കുകയും ചെയ്തു. ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഹവ്വയിൽ ഒരു സംശയം ഉളവാക്കി. വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്പം കൂട്ടിച്ചേർത്താണ് ഹവ്വയിൽ ഉത്തരം കൊടുത്തത്. അപ്പൊ ദൈവവചനത്തോടുള്ള നിഷേധാത്മകമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് പാപത്തിന് കാരണമായി തീർന്നത്. ഇക്കാരണത്താൽ ദൈവവചനത്തോടുള്ള ക്രിയാത്മകമായിരിക്കുന്ന ശരിയായ കാഴ്ചപ്പാടാണ് ആ ബന്ധം പ്രസ്താവിക്കുവാൻ ഉള്ള ഏക വഴി. കർത്താവായ യേശു ക്രിസ്തുവിനെ വചനമെന്നാണ് വിളിച്ചിട്ടുള്ളത്. വചനം ജഡമായി തീർന്നു എന്നാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവിടെ വചനം എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു പേരാണ്. അപ്പൊ വചനമാണ് നമ്മെ രക്ഷയിലേക്ക് നടത്തുന്നത് എന്നുള്ളത് രണ്ട്. ഒന്ന്, വചനമാകുന്ന ക്രിസ്തു. രണ്ട്, ക്രിസ്തുവാകുന്ന വചനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന തെറ്റില്ലാത്ത ആധികാരികമായിരിക്കുന്ന ദൈവവചനം. ക്രിസ്തുവിനെ വചനം എന്ന് പറയുവാനുള്ള കാരണം, വചനം എന്ന് പറയുന്നത് ആശയവിനിമയത്തിലുള്ള മുഖാന്തരമാണ്. വിശുദ്ധനായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. വിശുദ്ധനായ ദൈവത്തെ അറിയുവാനും ദൈവത്തിന്റെ ആശയങ്ങളെ മനസ്സിലാക്കുവാനും ദൈവം സംസാരിക്കണം. അങ്ങനെ ദൈവം സംസാരിച്ചത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ദൂതനായി പലപ്പോഴും അനേകർക്ക് പ്രത്യക്ഷനായിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യനായി കന്യക മറിയമിൽ കർത്താവായ യേശു ക്രിസ്തു ജഡം സ്വീകരിച്ച് ഈ ഭൂമിയിൽ വന്നു. അവൻ വചനമാണ്, ദൈവത്തിന്റെ സാക്ഷാൽ വചനമാണ്. അപ്പോ ദൈവത്തിന്റെ സാക്ഷാൽ വചനമാണ് യേശു ക്രിസ്തു. അത് ആളത്വ രൂപത്തിലുള്ള വചനമാണ് യേശു ക്രിസ്തു. എന്നാൽ വാക്ക് എന്ന് പറയുന്നതായിരിക്കുന്ന രീതിയിൽ ഉള്ള വചനമാണ് ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിൾ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനമാകുന്ന ബൈബിളിൽ വചനമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യങ്ങൾ നാം അറിയുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നത് നമ്മുടെ രക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന് മക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു എന്നാണല്ലോ നാം വായിക്കുന്നത്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, വിശ്വസിക്കാത്തവൻ ജീവനെ കാണുകയില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നില്ല. പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നതായിരിക്കുന്ന വചനമാകുന്ന പുത്രൻ മുഖാന്തരമല്ലാതെ ആർക്കും സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് കഴിയുകയില്ല. വചനമാകുന്ന വചനം ജഡമായി തീർന്നു എന്നാണ്. വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞാൽ
തൃത്വത്തിൽ രണ്ടാമനായ വചനം മനുഷ്യത്വം സ്വീകരിച്ച് ഈ ഭൂമിയിൽ വന്നു. അപ്പോൾ ആ വചനത്തിലുള്ള നമ്മുടെ വിശ്വാസം, ആ വചനത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളതായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ, അതും വചനമാണ്, അതിലുള്ള നമ്മുടെ വിശ്വാസം, ഇത് രണ്ടും രക്ഷയ്ക്ക് അതിപ്രധാനമായിരിക്കുന്ന ഘടകങ്ങളാണ്. കർത്താവിൻ്റെ വചനമായ ബൈബിൾ ദൈവവിശ്വാസിയുമായ ഏകഗ്രന്ഥമാണ്. ഞാൻ ആദ്യമേ അത് പറഞ്ഞു. കർത്താവിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ആകാശവും ഭൂമിയും മാറിപ്പോയാലും വള്ളി പുള്ളികൾക്ക് മാറ്റം വരാത്ത ദൈവത്തിൻ്റെ വചനമാണ് വിശുദ്ധ ബൈബിൾ. ആ ബൈബിൾ അതിലെഴുതിയിരിക്കുന്ന സത്യങ്ങൾ അംഗീകരിക്കാതെയും വിശ്വസിക്കാതെയും ഒരാൾക്കും പാപമോചനം പ്രാപിച്ച് ദൈവത്തിന് മകനായി തീരുവാൻ തക്കവണ്ണം കഴിയുന്നതല്ല. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയത്, അത് മനുഷ്യന്റെ വിചാരങ്ങളെയും ഉദ്ദേശങ്ങളെയും വിവേചിക്കുന്നതും മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നതുമായ ശക്തമായിരിക്കുന്ന വാളാണ്. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ലോകത്തിലുള്ള ഒരു വാള് കൊണ്ട് മനുഷ്യനെ എന്തൊക്കെ വെട്ടിമുറിക്കാമോ ആ മുറിക്കുകയല്ല ഈ വചനം ചെയ്യുന്നത്. പിന്നെ ആ വാളുകൾക്ക് സാധിക്കാത്ത ഒരു മുറിക്കുകയാണ്. അതെന്താണ്? ഒരു മനുഷ്യന്റെ ചിന്തകളും വിചാരങ്ങളെയും വിവേചിക്കുക. ഒരാൾ എന്താണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയുവാനുള്ള കഴിവ് ദൈവവചനത്തിന് മാത്രമാണ്. ദൈവവചനം പ്രസംഗിക്കുകയും ദൈവവചനം പഠിക്കുകയും ചെയ്യുമ്പോൾ ഒരു മനുഷ്യന്റെ ചിന്തകൾ ശരിയാണോ തെറ്റാണോ എന്ന് വിവേചിക്കുവാനുള്ളതായിരിക്കുന്ന ആ കഴിവ് ദൈവം ആ മനുഷ്യന് നൽകുകയാണ് ചെയ്യുന്നത്. പൗലോസ് അപ്പോസ്തലൻ 2 തിമോഥെയോസ് 3:16 പറഞ്ഞിട്ടുള്ളത് എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാണെന്നാണ്. എല്ലാ തിരുവെഴുത്തും 66 പുസ്തകങ്ങൾ അടങ്ങിയതായിരിക്കുന്ന ബൈബിൾ മുഴുവനും ദൈവവിശ്വാസ്യമാണ്. അതിലെ ഓരോ വാക്കും ഓരോ അക്ഷരവും ദൈവവിശ്വാസ്യമാണ്, മാറ്റങ്ങൾക്ക് അതീതമാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം അത് പ്രസംഗിച്ച് കേൾക്കുന്നത് കൊണ്ടാണ് നമുക്ക് വിശ്വാസം വരുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസവും വചനവുമായി എന്ത് ബന്ധമാണെന്ന് ചോദിച്ചാൽ വളരെയധികം ആധികാരിക ബന്ധമാണ്. വചനത്തോടുള്ള ധിക്കാരം കൊണ്ടാണ് മനുഷ്യൻ പാപിയായി തീർന്നതെങ്കിൽ വചനത്തോടുള്ള അനുസരണം കൊണ്ടാണ് ഇന്ന് മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്. 2 തിമോഥെയോസ് 3:14 അതിപ്രധാനമായ ഒരു പ്രസ്താവന നമുക്ക് കേൾക്കാം. നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകൾ. അങ്ങനെയാണ് ബൈബിളിനെ കുറിച്ച് പറഞ്ഞത്. പൗലോസ് തിമോഥെയോസിന് പറയുമ്പോൾ, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകൾ നീ ബാല്യം മുതൽ അറിഞ്ഞുവല്ലോ എന്നാണ്. എൻ്റെ പിള്ളേ, ഒരു മനുഷ്യനെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം തന്നെ വേണം. വേറെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് പഠിക്കുന്ന, ധനതത്വശാസ്ത്രം പഠിക്കുന്നത് കൊണ്ടോ രാഷ്ട്രമീമാംസ പഠിക്കുന്നത് കൊണ്ടോ ശാസ്ത്രീയ വിഷയങ്ങൾ പഠിക്കുന്നത് കൊണ്ടോ ഒന്നും ഒരു മനുഷ്യൻ രക്ഷപ്പെടുവാനായിട്ട് കഴിയുകയില്ല. അതിന് ദൈവത്തിന്റെ വചനം തന്നെ വേണം. കാരണം വചനത്താലാണ് പാപബോധം വരുന്നത്, വചനത്താലാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയുന്നത്. വചനം നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ തക്കവണ്ണം കഴിയുന്നത്. തിമോഥെയോസിനോട് പറയുമ്പോൾ നീ ബാല്യം മുതൽ അറിഞ്ഞിരിക്കുന്നു എന്നാണ്. തിമോഥെയോസ് വളരെ ചെറുപ്പത്തിലെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നയാളാണ്. കാരണം തൻ്റെ അമ്മയിൽ നിന്നും വല്യമ്മയിൽ നിന്നും ദൈവത്തിന്റെ വചനം വളരെ ചെറുപ്പത്തിൽ തന്നെ പഠിക്കുവാനായിട്ട് തനിക്ക് അവസരം ലഭിച്ചു. അതുകൊണ്ട് തിമോഥെയോസ് വളരെ ചെറുപ്പത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ട ഒരാളാണ്. അന്ധകാരം നിറഞ്ഞതായിരിക്കുന്ന ഒരു പാപിയുടെ ഹൃദയത്തെ പ്രകാശിപ്പിച്ച് സത്യം കാണുവാൻ ശക്തനാക്കുന്നത് വചനമാണ്. മനുഷ്യന്റെ ഹൃദയത്തെക്കുറിച്ച് പറയുന്നത് അത് അന്ധകാരം നിറഞ്ഞതാണെന്നാണ്. ദൈവം അവിടെ വെച്ചിരുന്നതായിരിക്കുന്ന വെളിച്ചം സാത്താൻ ഊതിക്കെടുത്തി. മനുഷ്യൻ ദൈവത്തിന്റെ വചനത്തെ ധിക്കരിച്ചുകൊണ്ട് പാപം ചെയ്തപ്പോ വചനമാകുന്ന വിളക്ക് കെട്ടുപോയി. അവന്റെ ഹൃദയത്തിൽ അതില്ല. ആ വിളക്ക് വീണ്ടും കത്തിക്കണം, എങ്കിൽ മാത്രമേ ഇവിടെ പ്രകാശം വരൂ. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആ വിളക്ക് കത്തിക്കുകയാണ് ചെയ്യുന്നത്. 119-ാം സങ്കീർത്തനത്തിന്റെ 130-ാമത്തെ വാക്യത്തിൽ നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു. എന്നിട്ട് പറയുന്നു അത് അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്നു, അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്നു.
സത്യം അറിയുന്നവനാണല്ലോ ജ്ഞാനി എന്ന് പറയുന്നത്. സത്യമറിയാത്തവൻ മൂഢനാണ്. അപ്പോൾ സത്യമറിയാതെ അന്ധകാരത്തിൽ ഇരിക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വിളക്ക് കത്തിച്ച് അവന് പ്രകാശം നൽകി സത്യം അറിയുവാൻ തക്കെയാണ് അവനെ പ്രാപ്തനാക്കുന്നത് വിശുദ്ധ വചനമാണ്. പരിശുദ്ധാത്മാവ് വചനം കൊണ്ട് പ്രവർത്തിച്ചാണ് അത് നേടുന്നത്. 19-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തിലും തത്തുല്യമായ ഒരു പ്രയോഗം നമുക്ക് കാണാം. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ആദം പാപം ചെയ്തപ്പോൾ സത്യത്തിന് നേരെ അവൻ അന്ധനായി തീർന്നു. വലിയൊരു അന്ധകാരം അവനെ മൂടി. പഴം പറിച്ചു തിന്നാൽ മരിക്കുമെന്ന് ദൈവം പറഞ്ഞത് സാത്താൻ പറഞ്ഞു, മരിക്കയില്ല നിശ്ചയം, നീ ദൈവത്തെ പോലെ ആയിത്തീരും. അപ്പോൾ ഒരു കള്ളമായ ഒരു പ്രസ്താവന അംഗീകരിച്ചത് കൊണ്ടാണ് അവൻ പാപിയായത്. അന്നു മുതൽ സത്യം മനസ്സിലാക്കുന്നതിൽ നിന്നും അവന് വലിയ ഒരു മൂടൽ അവന്റെ കണ്ണിന് വന്നു. സത്യം കാണുവാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക്. എന്നാൽ യഹോവയുടെ ആജ്ഞകൾ നേരാണ്. അവ ഒരു വ്യക്തിയെ സ്വീകരിക്കുമ്പോൾ അവന്റെ കണ്ണുകളെ അത് പ്രകാശിപ്പിക്കുകയാണ് ചെയ്തത്. പാപത്താൽ അന്ധത പിടിച്ച ഹൃദയത്തിന്റെ കണ്ണുകൾക്ക് പ്രകാശം നൽകുന്നത് ദൈവത്തിന്റെ വചനമാണ്. വചനം വായിച്ചും പ്രസംഗിച്ചും കേൾക്കുന്നത് നിമിത്തമാണ് ഒരാൾ പാപിയാണ് എന്ന് അയാൾക്ക് ബോധ്യമാകുന്നത്. വേറെ മാർഗമൊന്നുമില്ല. ദൈവത്തിന്റെ വചനമാണ് പറയുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തതായി തീർന്നു വന്നു. അപ്പോൾ ആ സത്യം ഗ്രഹിക്കുവാനായിട്ട് വിശുദ്ധ ബൈബിൾ വായിച്ചു കേൾക്കുകയോ പ്രസംഗിച്ച് കേൾക്കുകയോ ചെയ്യേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശുക്രിസ്തു എനിക്ക് പകരക്കാരനായി മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞത് വിശുദ്ധ ബൈബിൾ വായിച്ചത് കൊണ്ടും ബൈബിൾ സംബന്ധിച്ച പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ടുമാണ്. വേറെ യാതൊരു പുസ്തകം കേട്ടാലും വായിച്ചാലും വേറെ യാതൊരു മതഗ്രന്ഥം വായിച്ചാലും അത് കർത്താവായ യേശുക്രിസ്തു എൻ്റെ പകരക്കാരനായി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നെനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നിൽ വിശ്വസിച്ചതായിരിക്കുന്ന യഹൂദന്മാരോട് ഇങ്ങനെ പറയുകയുണ്ടായി, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച യഹൂദന്മാരാണ് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞു, ഞാൻ ലോകത്തിന് രക്ഷകനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിക്കാൻ വന്ന ആളാണെന്ന് മനസ്സിലായി, അങ്ങനെ നിങ്ങളെ സത്യം അറിഞ്ഞു. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, അത്രത്തോളം അറിഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. വചനത്തിൽ നിലനിൽക്കണം. രക്ഷയ്ക്ക് വേണ്ടിയുള്ള വചനം മാത്രമല്ല ബൈബിളിലുള്ളത്, ജീവിതത്തിന് വേണ്ടിയുള്ള വചനവും ബൈബിളിലുണ്ട്. നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതും ബൈബിളാണ് കാട്ടിത്തരുന്നത്. അതുകൊണ്ട് പറഞ്ഞു, എന്നിൽ വിശ്വസിച്ചാൽ നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യരാകുകയും ആ നിലയിൽ നിങ്ങൾക്ക് സത്യം അറിയുകയും ചെയ്യാം. സത്യം അറിയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നാണ്. സത്യം അറിയാത്ത ആളുകൾക്ക് എന്തോ ഒരു അടിമത്വമാണുള്ളതെന്നറിയാം. സത്യം അറിയാത്തത് കൊണ്ട് ആളുകൾ ഭയങ്കര അടിമത്വത്തിലാണ് കഴിയുന്നത്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ മാംസവും മത്സ്യവും ഒക്കെ ഭക്ഷിക്കാം, വെള്ളിയാഴ്ച അതൊന്നും ഭക്ഷിക്കരുത്. വിശുദ്ധ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സ്തോത്രത്താലും പ്രാർത്ഥനയാലും എല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നു, നിങ്ങൾക്കത് ഭക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. പക്ഷേ ചില ആളുകൾ പറയും, ഇല്ലില്ല, നിങ്ങൾക്കത് ഭക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം. അത് അജ്ഞതയാണ്. അതുപോലെ തന്നെയാണ് ഓരോ വിഷയങ്ങളെക്കുറിച്ചും, മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, ഇങ്ങനെയുള്ള അനേക പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ആളുകൾക്ക് അന്ധതയാണ്. അവർ സ്വാതന്ത്ര്യത്തിലല്ല ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പഠിച്ചതിൻ്റെ ഫലമായി സത്യം കണ്ടെത്തുകയും ആ സത്യം കണ്ടെത്തിയത് കൊണ്ട് ലഭിക്കുന്നതായിരിക്കുന്ന സ്വാതന്ത്ര്യം എത്ര വലിയ സ്വാതന്ത്ര്യമാണെന്നറിയാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയും. 1947 ഓഗസ്റ്റ് 15-ാം തീയതി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. നാം ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. എന്നാൽ നാം ഇന്ന് സ്വതന്ത്രരാണ്. എന്നാൽ ഞാൻ പറയാം, അങ്ങനെ നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നമുക്ക് ആത്മീയ സ്വാതന്ത്ര്യം അതുകൊണ്ട് കിട്ടിയില്ല. നാം ഇന്നും പാപത്തിന്റെ കീഴിലാണ്, ഇന്ന് സാത്താന്റെ അടിമകളാണ്. എന്തിന്?
ഒരു കൊച്ചു പീഡിക്ക് അടിമകളായി ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. അവർക്ക് ബുദ്ധി കൊണ്ടറിയാം അത് വലിച്ചാൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുപോലെ മദ്യത്തിന് അടിമകളായി ജീവിക്കുന്നവർ എത്ര പേരുണ്ട്? അന്ധവിശ്വാസങ്ങൾക്ക് അടിമകളായി ജീവിക്കുന്ന എത്ര പേരുണ്ട്? അവരൊക്കെ സത്യം അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയേനെ. എന്നാൽ സത്യം അറിയാത്തത് കൊണ്ട് അവർ അന്ധതയിൽ തന്നെയാണ്. മനുഷ്യ ദൈവങ്ങൾ സാക്ഷാൽ ദൈവങ്ങളല്ല. അവർ നമ്മെപ്പോലെ തന്നെ ജനിച്ച മനുഷ്യരാണ്, നമ്മെപ്പോലെ തന്നെ മരിക്കുന്നവരാണ്. സത്യദൈവത്തിന് മരണമില്ല. യേശു ക്രിസ്തു മരിച്ചത് അവൻ മനുഷ്യത്വം എടുത്തു വന്നതുകൊണ്ടാണ്. അവന് ദൈവത്വത്തിന് ഒരിക്കലും മരണം വന്നില്ല. അപ്പൊ സത്യം അറിയുന്ന ആളുകൾക്ക് മാത്രമേ സ്വാതന്ത്ര്യം ലഭിക്കൂ. അല്ലാത്തവർ വളരെയധികം ഭയത്തിലും വളരെയധികം അന്ധവിശ്വാസത്തിലുമാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന്. സാത്താന്റെയും പാപത്തിന്റെയും അടിമത്തത്തിൽ കഴിയുന്ന ഒരു ഭാവിയെ അതിൽ നിന്നും വിടുവിച്ച് ക്രിസ്തുവിൽ സ്വതന്ത്രരാക്കുന്ന ദൈവവചനമാണ്. ദൈവവചനത്തിന്റെ പ്രസംഗം കേൾക്കുന്നത് വഴിയാണ്. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിലെങ്ങും പോയി സകലജാതികളോടും ഈ വചനം പ്രസംഗിക്കണം, സുവിശേഷം പ്രസംഗിക്കണമെന്ന്. പൗലോസ് അപ്പോസ്തലൻ ചെയ്തതാണ്. ദൈവം എന്നെ പ്രസംഗിക അപ്പോസ്തലനുമായി നിയമിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രസംഗത്താലാണ് ഒരു ഭാവിയെ ദൈവം വിളിക്കുന്നത്. പ്രസംഗം കേൾക്കുന്നത് കൊണ്ടാണ് ഭാവബോധം വരുന്നത്. പ്രസംഗം കേട്ട് ഭാവബോധം വരുന്നത് കൊണ്ടാണ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് ഇവർക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നത്. കർത്താവിന്റെ രക്ഷണ്യവേലയെ കുറിച്ച് ബോധം വരുന്നത് വചനത്താലാണ്. ആ വചനം നൽകുന്നതായിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് ഈ രക്ഷയെ നമ്മൾ പറയുന്നത്. അപ്പോൾ വചനം അറിയുകയും വചനം അംഗീകരിക്കുകയും ചെയ്യാത്തവൻ ഇന്നും പാപത്തിന്റെ അടിമത്തത്തിലാണ്, സാത്താന്റെ അടിമത്തത്തിലാണ്. ദൈവവചനത്തോടുള്ള ക്രിയാത്മകമായ സമീപനമാണ് ഒരാൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. പാപിയുടെ ഹൃദയം ഇരുണ്ടതാണ്. സത്യത്തിന്റെ വെളിച്ചം പാപിയുടെ ഹൃദയത്തിൽ പ്രകാശിക്കുവാൻ വചനം അവൻ കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. വചനം അവൻ ഗ്രഹിക്കണം. അവൻ കേൾക്കുന്നതായിരിക്കുന്ന വചനം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ അവന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുവാനും അവന് നഷ്ടപ്പെട്ട അവസ്ഥ അവന് കാണുവാനും അവൻ ഏതൊക്കെ വിഷയങ്ങളിലാണ് അടിമയായി ജീവിക്കുന്നതെന്ന് ബോധമാകുവാനും അവൻ ഇടവരുന്നു. അതിന്റെ ഫലമായി അവൻ വലിയ ഒരു സ്വാതന്ത്ര്യമാണ്. ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, മനുഷ്യന്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അന്ധവിശ്വാസങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, മതത്തിന്റെ കെട്ടുപാടുകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്നു. അപ്പോൾ വചനത്തെ അനുസരിക്കാതെ പാപം ചെയ്തതിനാൽ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടും ബന്ധം സ്ഥാപിക്കുവാൻ ദൈവവചനത്തെ കേൾക്കുകയും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിന്റെ വചനത്താലാണ് വിശ്വാസം നമുക്ക് വരുന്നത്. അതുകൊണ്ട് വചനം കേൾക്കണം, വചനം പഠിക്കണം. നിങ്ങളുടെ വീട്ടിൽ ബൈബിൾ ഉണ്ടെങ്കിൽ അതിനകത്ത് വായിക്കണം. പുതിയ നിയമത്തിൽ നിന്ന് വായന തുടങ്ങുന്നത് നല്ലതാണ്. വചനം വായിക്കണം, ശ്രദ്ധയോടെ വായിക്കണം. മനുഷ്യനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്, പാപത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്, രക്ഷയെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇതെല്ലാം വചനം വായിക്കുമ്പോൾ നമുക്ക് ബോധമാകുന്നതാണ്. അങ്ങനെ ബോധ്യത വന്ന ആളുകള് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ വലിയ സ്വാതന്ത്ര്യമാണ്. വചനം ചെയ്യുന്ന അതിപ്രധാനമായ മറ്റൊരു രക്ഷണീയ പ്രവൃത്തി എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ശുദ്ധീകരണമാണ്. നമ്മുടെ ഹൃദയം മാലിന്യത്താൽ നിറഞ്ഞിരിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തില് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായിരിക്കുന്ന പാപത്തിന്റെ ഒരു വലിയ ലിസ്റ്റുണ്ട്. ലോകത്തുള്ള സകല തിന്മകളും ഹൃദയത്തിലാണ്. യോഹന്നാൻ 17:17 പറയുന്നത്, സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നുവെന്നാണ്. സാത്താൻ വ്യാജത്താൽ മനുഷ്യനെ പാപിയാക്കി, വചനം സത്യത്താൽ മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. പാപത്തെ കഴുകിക്കളയുവാനുള്ള ദൈവത്തിന്റെ സോപ്പാണ്
ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. വചനത്തെ പലയിടത്തും വെള്ളമായിട്ട് വെള്ളത്തോട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ വചനമാകുന്ന വെള്ളത്താൽ ഹൃദയം കഴുകപ്പെടുമ്പോൾ നാം ശുദ്ധരായിത്തീരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആണ് ഈ കഴുകൽ നടത്തുന്നത്. യോഹന്നാൻ 15:3 കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകും. നമുക്ക് ശുദ്ധി ലഭിക്കുന്നത് ദൈവത്തിന്റെ വചനത്താലാണ്. വചനത്താലുള്ള ശുദ്ധീകരണം പ്രാപിക്കാതെ നാം ശുദ്ധരായി തീരുകയില്ല. യോഹന്നാൻ 12:50 കർത്താവ് പറഞ്ഞു, അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നമുക്ക് രക്ഷ നൽകുവാനായിട്ട് ദൈവം നൽകിയിരിക്കുന്നതാണ്. ആ വചനം നാം വായിക്കുകയും പഠിക്കുകയും അതിന്റെ പ്രസംഗം ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് ദൈവവചനം വീണ്ടും സംസാരിക്കുവാൻ ദൈവം അവസരം നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കേട്ടതായിരിക്കുന്ന വചനം ശ്രദ്ധയോടെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും അതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച് രക്ഷയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഒരു വിളക്ക് പോലെ തെളിയിച്ച് പാപത്തിന്റെ അവസ്ഥയെക്കുറിച്ച് കാണിച്ചു തരികയും കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപ ധാരാളമായി നിങ്ങൾക്കുണ്ടാകട്ടെ. പാപത്തിന്റെ വഴികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ പ്രവൃത്തി കൊണ്ട് സാധിക്കുകയില്ല. ദൈവവചനമാകുന്ന വിളക്ക് തന്നെ അതിനാവശ്യമാണ്. അതുകൊണ്ട് വചനമാകുന്ന ക്രിസ്തുവിനെ, എഴുതപ്പെട്ട വചനമാകുന്ന ബൈബിളിലൂടെ നാം അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് വഴി നമുക്ക് പാപമോചനവും നിത്യജീവൻ ലഭിക്കുന്നു. രക്ഷ ദൈവത്തിന്റെ വചനത്താലാണ്. ആ വചനത്തെ സ്വീകരിച്ച് രക്ഷപ്പെടുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.